നമ്മൾ ഇന്നൊരു ഹൈ എൻഡ് ഫേസ് ക്ലീനിങ് ടെക്നിക്കാണ് ചെയ്യാൻ പോകുന്നത്. എത്ര ക്ലീൻ അല്ലാത്ത ഫേസും ഇതുപോലെ പെർഫെക്റ്റ് ഓക്കെ ആക്കാം. മാത്രമല്ല ഫേസിൽ എങ്ങനെ ഇതുപോലെ നല്ല ഷൈനിങ് ടെക്സ്ചർ കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കിടിലൻ ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. ബിഫോർ എഡിറ്റിങ്ങും ആഫ്റ്റർ എഡിറ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ഫോട്ടോ, ഇത് നമ്മൾ എഡിറ്റ് ചെയ്തതിന് ശേഷമുള്ള ഫോട്ടോ. നല്ല വ്യത്യാസമുണ്ട്. ഫേസിലുള്ള പിമ്പിൾസ് എല്ലാം പോയിട്ടുണ്ട്. അതുമാത്രമല്ല നല്ലൊരു ഫിനിഷിങ് ഫേസിന് വന്നിട്ടുണ്ട്. അതുപോലെ നല്ലൊരു ടെക്സ്ചർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു കളർ ടോൺ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് നമ്മളിതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എങ്ങനെ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം ഇതിലെ ഓരോ സ്റ്റെപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനായി നമുക്ക് ആദ്യം ഈ ഫോട്ടോ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് പെൻ ടൂൾ ഉപയോഗിക്കുക. പെൻ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഈ ഫോട്ടോ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. പെൻ ടൂളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് വേണം അതെല്ലാം കട്ട് ചെയ്യാൻ. ഞാൻ ഇച്ചിരി സ്പീഡിൽ കാണിക്കുന്നുണ്ട്. നമ്മളൊരു ഭാഗവും വിട്ടുപോകാതെ അത്യാവശ്യം ആവശ്യത്തിന് നമ്മൾ സൂം ചെയ്തൊക്കെ വെച്ചിട്ട് നമ്മുടെ കട്ട് ചെയ്യുന്ന ഭാഗം നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്ത് നമുക്കിതിനെ സെലക്ഷനാക്കി മാറ്റാം. ഇനി ഇതിന് അല്പം ഫെദർ കൊടുക്കാം. നമുക്ക് സൈഡൊക്കെ കുറച്ച് ഇതിൻ്റെ ഷാർപ്പ് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫെദർ കൊടുക്കുന്നത്. ഷിഫ്റ്റ് F6 ബട്ടൺ പ്രസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മെനുവിൽ പോയിട്ട് ഫെദർ എടുക്കാം. അതിനുശേഷം കൺട്രോൾ J ഉപയോഗിച്ച് ഇതിന് സെപ്പറേറ്റ് നമ്മൾ കട്ട് ചെയ്ത ഭാഗം സെപ്പറേറ്റ് ലെയറാക്കി മാറ്റുവാണ്. കണ്ടോ? അപ്പോൾ ലെയറിൽ നിങ്ങൾക്ക് ഇതുപോലെ നമ്മളിപ്പോൾ കട്ട് ചെയ്ത ഭാഗം ലെയറിൽ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് കാണാം. ഇനി നമുക്ക് ആ മുടിയുടെ ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആ ഒരു ഭാഗം മാത്രം സെപ്പറേറ്റ് കട്ട് ചെയ്യാണ്. ജസ്റ്റ് ലാസർ ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഞാനത് കട്ട് ചെയ്യുന്നത്. ഓക്കെ, ലെയർ വൈ കട്ട്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മെനുവിൽ ഉള്ളതും കൂടെ കാണിച്ചു തരുന്നത്, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കണ്ടോ, ആ ഒരു ലെയർ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഭാഗം മാത്രം നമുക്ക് ഈസി ഇറൈസിങ് ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്കത് ഇറേസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇറൈസറിൻ്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ട് ഇറൈസർ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ മാത്രം ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നല്ല വൃത്തിയായിട്ട് അത് കട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ആ രണ്ട് ലെയറും കൂടെ ജസ്റ്റ് ഒന്ന് മെർജ് ചെയ്യാം. വിൻഡോസിലാണെങ്കിൽ കൺട്രോൾ E, മാക്കിലാണെങ്കിൽ കമാൻഡ് E പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മെനുവിൽ പോയിട്ട് നിങ്ങൾക്ക് മെർജ് ചെയ്യാം. ഇനി ആ പിക്ചർ ഞാൻ ജസ്റ്റ് സൈഡിലേക്ക് കുറച്ച് നീക്കി വെക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ആ ലെയറിൻ്റെ രണ്ട് കോപ്പി എടുക്കാം. അതിന് വേണ്ടിയിട്ട് കൺട്രോൾ അല്ലെങ്കിൽ കമാൻഡ് J പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ലെയറിന് ബ്ലർ എന്നും ഏറ്റവും ടോപ്പിലുള്ള ലെയറിന് ഹൈപാസ് എന്നും പേര് കൊടുക്കുകയാണ്. ശ്രദ്ധിക്കണം, ഹൈപാസ് എന്ന് കൊടുക്കുന്ന ലെയർ ഏറ്റവും മുകളിലാണ് വേണ്ടത്. ഇനി നമുക്ക് ബ്ലർ എന്ന ലെയർ സെലക്ട് ചെയ്യാം. ശേഷം ഫിൽറ്ററിൽ ബ്ലർ എന്നുള്ള ഓപ്ഷനിൽ വരിക. അതിനകത്ത് ഗോഷൻ ബ്ലർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി ഗോഷൻ ബ്ലറിൻ്റെ വാല്യൂ നമുക്കൊരു 24, 25 ആ രീതിയിൽ കൊടുക്കാം. കണ്ടോ, 24 കൊടുക്കുമ്പോഴത്തേക്കും മുഖത്തുള്ള പിമ്പിൾസും കാര്യങ്ങളും എല്ലാം ഒന്ന് ഫെയ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യാം. ഇനി നമുക്ക് ഹൈപാസ് ലെയർ സെലക്ട് ചെയ്യാം. ശേഷം ഫിൽറ്ററിൽ അതേഴ്സിൽ ഹൈപാസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഹൈപാസിൻ്റെ വാല്യൂ ഒരു 4 അപ്ലൈ ചെയ്യാം നമുക്ക്. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യാം. ഇനി ഹൈപാസിൻ്റെ ബ്ലെൻഡിങ് മോഡ് നമുക്ക് സോഫ്റ്റ് ലൈറ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റാം. ഇനി ഈ രണ്ട് ലെയറും നമുക്കൊരു ഗ്രൂപ്പാക്കി മാറ്റാം. അതിനുവേണ്ടി രണ്ട് ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഫോൾഡറിൻ്റെ, അതായത് ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷനിലേക്ക് അത് വലിച്ചിടുക. അപ്പോൾ അത് ഒരു ഗ്രൂപ്പായിട്ട് മാറും. ഇനി നമുക്ക് ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്തിട്ട് ആൾട്ട് ഉപയോഗിച്ച് മാസ്കിൽ ക്ലിക്ക് ചെയ്യുക. കീബോർഡിലുള്ള ആൾട്ട് പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ബ്രഷ് ടൂൾ എടുക്കാം. ബ്രഷ് ടൂൾ എടുത്തിട്ട് ബ്രഷിൻ്റെ കളറ്, ഫോർഗ്രൗണ്ട് കളറ് വൈറ്റ് ആക്കി വെക്കുക. ഇതുപോലെ വേറെ എന്തെങ്കിലും കളറാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് D ബട്ടൺ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ താഴത്തെ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും ടോപ്പിലത്തെ കളറ് വൈറ്റ് ആയിരിക്കണം. ഇനി നമുക്ക് ബ്രഷ് ഫേസിൽ അപ്ലൈ ചെയ്ത് തുടങ്ങാം. നമുക്ക് എവിടെയൊക്കെയാണോ ക്ലീൻ ചെയ്യേണ്ടത് അവിടെയെല്ലാം ഇതുപോലെ ബ്രഷ് അപ്ലൈ ചെയ്യുക. ബ്രഷ് അപ്ലൈ ചെയ്യുമ്പോൾ ഷാർപ്പായിട്ട് ഏത് ഭാഗമാണോ വേണ്ടത് അവിടെയൊന്നും നിങ്ങൾ ബ്രഷ് അപ്ലൈ ചെയ്യാൻ പാടില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കണ്ണ്, അതുപോലെ
അതുപോലെ മൂക്കിൻ്റെയൊക്കെ എഡ്ജ് ഭാഗം, അതുപോലെ ചുണ്ടിൻ്റെ എഡ്ജ് ഭാഗം. അപ്പോൾ നമ്മുടെ ഫേസിലുള്ള എഡ്ജ് ഭാഗത്തിലൊന്നും ഇത് അപ്ലൈ ചെയ്യേണ്ട. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം കൂടെ ബ്ലർ ആയ മാതിരി ഇരിക്കും. അപ്പോൾ നമുക്ക് ഫേസിൽ ബാക്കിയുള്ള എല്ലാ ഭാഗത്തും നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്യുക. ഇനി നമുക്കൊന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ചെയ്തിടത്തോളം കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നല്ല ക്ലീൻ ഫേസ് ആയിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ബ്രഷിൻ്റെ സൈസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ ഭാഗത്തും എത്ര വലുപ്പത്തിലാണോ ബ്രഷ് വേണ്ടത് അതേ വലുപ്പം തന്നെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. എല്ലായിടത്തും ഒറ്റയടിക്ക് നിങ്ങൾ വലുപ്പത്തിലാക്കി വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. ഇതുപോലെ കഴുത്തിൽ നമുക്ക് എവിടെയൊക്കെയാണോ സ്കിന്ന് കാണുന്നത് അവിടെയെല്ലാം ഇതുപോലെ അപ്ലൈ ചെയ്യുക. ഇനി കണ്ണിൻ്റെ ഇവിടെ കുറച്ച് മേക്കപ്പ് കുറച്ച് താഴോട്ട് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ക്ലോൺ സ്റ്റാമ്പ് ടൂളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആൾട്ട് ഉപയോഗിച്ച് ജസ്റ്റ് നല്ല ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എവിടേക്കാണോ നമുക്ക് ഏത് ഭാഗമാണോ നമുക്ക് മാറ്റേണ്ടത് അവിടെ നോർമലായിട്ട് വെറുതെ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ആൾട്ട് ഉപയോഗിക്കുമ്പോൾ ആ ഭാഗം കോപ്പി ആകുകയും ഇതുപോലെ ആൾട്ട് വിട്ടതിന് ശേഷം നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടേക്ക് പേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എവിടെയാണോ അപ്ലൈ ചെയ്യേണ്ടത് അതിന് മാച്ച് ചെയ്യുന്ന ഭാഗത്ത് വേണം നമ്മൾ ആൾട്ട് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ ഏകദേശം അത് വൃത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ബ്രഷ് അപ്ലൈ ചെയ്യാം. ബാക്കിയുള്ള ഭാഗത്തും ബ്രഷ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലെ കളർ മാറിപ്പോരുത്. അതുപോലെ മാസ്ക് സെലക്ട് ചെയ്യാൻ മറക്കരുത്. ഞാനിപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്തപ്പോൾ വൈറ്റ് വന്നു. മാസ്ക് സെലക്ട് ആവാത്തതുകൊണ്ടാണ് അവിടെ വൈറ്റ് വന്നത്. മാസ്ക് സെലക്ട് ചെയ്യുക, അതിനുശേഷം അപ്ലൈ ചെയ്യുക. കണ്ണിൻ്റെ ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ബ്രഷിൻ്റെ സൈസ് അവിടത്തേക്ക് യോജിക്കുന്ന രീതിയിൽ ചെറുതാക്കി വെച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ എല്ലാ ഭാഗവും വളരെ കൃത്യമായിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യാം. ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഹൈ പാസ് എന്നുള്ള ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ബ്ലെൻഡിങ് മോഡ് നമുക്ക് വിവിഡ് ലൈറ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റാം. ഇപ്പം കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നല്ല ആ ടെക്സ്ചർ ഇപ്പോൾ നമുക്ക് സൂം ചെയ്ത് നോക്കിയാൽ കാണാം. നമുക്ക് ആ ടെക്സ്ചർ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്മൂത്ത് ഫേസും അതുപോലെ നല്ലൊരു ഗ്ലോസി ടെക്സ്ചറും നമുക്ക് ഒരു റിയാലിറ്റി ഉള്ള ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് വെഡ്ഡിങ് ഫോട്ടോസൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. നല്ല സ്മൂത്തായി. ഇപ്പോൾ നമ്മൾ ഫേസ് കണ്ടു കഴിഞ്ഞാൽ ഒരു HD മേക്കപ്പ് ചെയ്ത അതേ ഫീല് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ബാക്ക്ഗ്രൗണ്ട് ലെയർ സെലക്ട് ചെയ്യാണ്. ഞാൻ ജസ്റ്റ് ഒരു ഡാർക്ക് കളർ ഞാൻ വെറുതെ അപ്ലൈ ചെയ്തു. ഞാനൊരു ബൊക്കെ ഇമേജ് ഇതിൻ്റെ അകത്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് ജസ്റ്റ് വലുതാക്കി കൊടുക്കുകയാണ്. വലിയ ക്ലിയർ ഒന്നും വേണമെന്നില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ ബൊക്കെ ലൈറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബൊക്കെ ലൈറ്റ്സ് കിട്ടും. അപ്പോൾ ഇതുപോലെ ബൊക്കെ ലൈറ്റ്സ് എന്തെങ്കിലും ഒരെണ്ണം എടുത്ത് അപ്ലൈ ചെയ്യുക. ഇതന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ബൊക്കെ ലൈറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഭാഗത്തേക്കും കൂടെ നിങ്ങൾ വരാനുണ്ട്. അതിന് വേണ്ടിയിട്ട് എൻ്റെ കോപ്പി എടുത്ത് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്തു. എന്നിട്ട് ആ 2 ലെയറും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് മെർജ് ചെയ്യാണ്. ഇനി നമുക്ക് ആ ഇമേജ് ഒന്ന് ബ്ലർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫിൽറ്ററിൽ ഗോഷൻ ബ്ലർ അപ്ലൈ ചെയ്യുക. ഗോഷൻ ബ്ലറിൻ്റെ വാല്യൂ ഫുള്ളാക്കി വെച്ച ശേഷം ഓക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു കളർ ടോൺ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ വീണ്ടും അതിൻ്റെ ഒരു കോപ്പി എടുക്കുകയാണ്. കോപ്പി എടുത്ത ശേഷം ആ ലെയർ ഞാൻ ഏറ്റവും മുകളിലേക്ക് കൊണ്ടുവന്നു. ഇനി അതിൻ്റെ ബ്ലെൻഡിങ് മോഡ് ഞാൻ സോഫ്റ്റ് ലൈറ്റ് അപ്ലൈ ചെയ്യാണ്. വീണ്ടും ഞാൻ അതിൻ്റെ ഒരു കോപ്പിയും കൂടി എടുത്തു. അതിനുശേഷം അതിന് ഹാർഡ് ലൈറ്റ് എന്നുള്ള ബ്ലെൻഡിങ് മോഡ് അപ്ലൈ ചെയ്തു. അപ്പോൾ നമ്മളിവിടെ 2 ലെയറും 2 രീതിയിലുള്ള ബ്ലെൻഡിങ് മോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇറേസർ ടൂൾ ഉപയോഗിച്ച് ഞാൻ അതിൻ്റെ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗം ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്ത് കളയാണ്. അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വളരെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കളർ ടോൺ നമ്മുടെ ഫേസിനും അപ്ലൈ ആയിട്ടുണ്ട്. നമ്മളങ്ങനെ ചെയ്യുന്ന ഒരു റിയാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പല രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ടും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ബ്ലെൻഡിങ് മോഡ് ഇതിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോട്ടോയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് പരമാവധി യൂസ് ചെയ്യുക. നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ടെക്സ്ചർ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.